ഞാൻ നിങ്ങളെല്ലാവരെയും പാലക്കാട്ടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹായ് ഗൈസ്, അപ്പോൾ PWD ഗസ്റ്റ് ഹൗസിലായിരുന്നു സ്റ്റേ ഷൊർണൂർ. അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗൈസ്, റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് വാഴാലിക്കാവ് ഭദ്രാദേവി ക്ഷേത്രത്തിലാണ്. കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം നിറയെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വരാൻ. ഇപ്പോഴാണ് ആ സമയം കിട്ടിയത്. പ്രകൃതി ഭംഗിയാലും ഗ്രാമഭംഗി കൊണ്ടും ഭയങ്കര സമ്പന്നമായൊരു പ്രദേശമാണ് പാലക്കാട് ഈ വാഴാലിക്കാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിലും കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. പിന്നെ പഴയ നമ്മളെ എന്ന് വെച്ചാൽ പണ്ട് സിനിമയിലെ കണ്ടുള്ളൊരു കേരളം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു നെൽപ്പുഴയുണ്ട്, അതായത് പണ്ടുള്ള വിത്തുകളും നെല്ലൊക്കെ സൂക്ഷിക്കുന്ന ഒരു പുരയാണത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ അതിരാവിലെ ആയിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം കുറേ ആളുകളുണ്ടായിരുന്നു. രാവിലത്തെ പ്രഭാതഭക്ഷണം അമ്പലത്തിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മറുവശത്ത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ കുറച്ച് തീരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പോയി നോക്കാം, ഭാരതപ്പുഴയുടെ തീരത്തേക്ക്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഭാരതപ്പുഴ. നിറയെ ശോഷിച്ചിരിക്കുന്നു. വെള്ളമൊക്കെ തീരെ കുറവാണ്. ഭാഗങ്ങൾ ഇതാണ്. ഈ കര മൊത്തം ഇങ്ങനത്തെ ഈ പ്രത്യേകതരം പുല്ലുകളാണ്. വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അത് കുറച്ച് ദൂരെയാണ്. കൊല്ലങ്കോട് എന്ന് പറയും. നെന്മാറ റൂട്ടിലുള്ള അതിമനോഹരമായൊരു ഗ്രാമമാണ്. നെന്മാറയിൽ നിന്ന് കൊല്ലങ്കോടേക്ക് ബസ് കിട്ടി. കൊല്ലങ്കോട് എത്തി. ഇനി കൊല്ലങ്കോട് നിന്ന് ചെലപ്പഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും പോകണം. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ റോട്ടിൽ നിന്ന് ഒരു ചെറിയ ഡൈവേർഷൻ ഉണ്ട്. അവിടെ കയറി നേരെ വരുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇവിടെ നടന്ന് ഈ വരമ്പിൽ കൂടെ നടന്ന് ആ സ്പോട്ടിലെത്തണം. അപ്പോൾ 1, 2, ഒരു 3-4 സ്പോട്ട് അവിടെ ഉണ്ട്. ഇതാണ് കുടിലിടം. ഒഴിവ് സമയങ്ങളിൽ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സൊറ പറഞ്ഞിരിക്കാനും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പോകുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ കടയിലേക്കാണ്.
കൊല്ലംകോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കൊരു ചായ മേടിച്ചിട്ട് വരാം. വാ. സ്ട്രോങ് ചായ ആണോ? സ്ട്രോങ്. ഞങ്ങൾ 7 ചായ പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് അല്ലേ ഇത്? കടയിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് ഭയങ്കര തിരക്ക്. അന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നിറയെ തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ച് നോക്കാം. എവിടേക്ക് നഷ്ടമാകുന്ന കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും കാർഷിക സമ്പത്തും കാർഷിക സംസ്കാരവും എന്നെ കൊല്ലംകോട് ഓർമ്മിപ്പിക്കുന്നു. മനോഹരമായ ഈ പ്രദേശത്ത് നിന്നും എനിക്ക് തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാലും തിരിച്ചുപോക്ക് അനിവാര്യമാണ്. പണം പൊളിഞ്ഞ് ചെയ്യാറായാലും അതെ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.